ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 21 അധ്യായം 3 ഈശോ പറഞ്ഞു, ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നുവെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. രണ്ട് കാഴ്ചപ്പാടുകളെയാണ് നമ്മൾ ഈ തിരുവചന ഭാഗത്ത് കാണുന്ന ഒരു പ്രധാന കാര്യം. ദൈവം കാണുന്ന രീതിയും മനുഷ്യൻ കാണുന്ന രീതിയും. മനുഷ്യനായ ലൂക്കാ സുവിശേഷകൻ ഇതെഴുതി വരുമ്പോൾ അദ്ദേഹം പറയുന്നു, ദേവാലയത്തിലെ ഭണ്ഡാരത്തിൽ പല ധനികരും വന്ന് വലിയ തുകകൾ നിക്ഷേപിച്ചു. അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് 2 വില കുറഞ്ഞ ചെമ്പ് നാണയങ്ങൾ ഇട്ടുവെന്ന് സുവിശേഷകൻ പറയുന്നു. അത് മർക്കോസ് സുവിശേഷത്തിൽ ഈ ഭാഗം വിവരിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. ആളുകൾ പലപ്പോഴും മറ്റുള്ളവരെ കാണുന്നത് അവരുടെ വസ്തുവകകളുടെ അടിസ്ഥാനത്തിലാണ്. ഈശോ കാണുന്നത് ഈ ആളുകളുടെ ഹൃദയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അവരുടെ മനസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് പ്രധാന വ്യത്യാസം. ഈശോ ഒരാളെ വലുതോ ചെറുതോ ആയി കാണുന്നത് അവരുടെ ഇടുന്ന തുകയുടെ വലിപ്പത്തിൻ്റെ പേരിലോ അവരുടെ വസ്തുവകകളുടെ പേരിലോ അവർക്കുള്ള സമ്പത്തിൻ്റെ പേരിലോ ഒന്നുമല്ല, മറിച്ച് അവരുടെ ഹൃദയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ പലപ്പോഴും ആളുകളെ അളക്കുന്നത് അവർക്കുള്ള വസ്തുവകകളുടെ പേരിലാവാം. അവരുടെ വീട്, അവരുടെ കാറ്, അവരുടെ ബാങ്ക് ബാലൻസ്, അവരുടെ സ്ഥാനമാനങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിലാകാം അവരിത് പലപ്പോഴും നമുക്ക് വലുതോ ചെറുതോ, അല്ലെങ്കിൽ ബഹുമാനിക്കേണ്ടവരോ ബഹുമാനം കുറച്ച് കാണേണ്ടവരോ എന്ന് ചിന്തിക്കുന്നത്. എന്നാൽ ഈശോയെപ്പോലെ അവരുടെ ഹൃദയത്തിൻ്റെ നന്മയുടെ അടിസ്ഥാനത്തിൽ അവരെ മനസ്സിലാക്കാനും സാധനങ്ങൾക്ക് പകരം, സാധനങ്ങളുടെ വിലയ്ക്ക് പകരം വ്യക്തികളുടെ വിലയാണ്, അവരുടെ ഹൃദയത്തിൻ്റെ വിലയാണ് കൂടുതൽ പ്രധാനപ്പെട്ടത് എന്ന ചിന്തയിൽ അവരെ ആ രീതിയിൽ മനസ്സിലാക്കാനും നമുക്ക് പരിശ്രമിക്കാം. വസ്തുക്കളുടെയോ സാധനങ്ങളുടെയോ സ്ഥാനമാനങ്ങളുടെയോ പേരിലല്ല ഒരാളെ അളക്കേണ്ടത്, മറിച്ച് ദൈവസന്നിധിയിൽ എത്രമാത്രം നല്ല വിശുദ്ധമായ ഒരു ഹൃദയവും മനസ്സുമുണ്ട് എന്നതിൻ്റെ പേരിൽ നമുക്ക് ഓരോരുത്തരെയും കാണാനും അവരെ ആ രീതിയിൽ അളക്കാനും പരിഗണിക്കാനും നമുക്ക് പരിശ്രമിക്കാം. ആമേൻ.